വാർത്തയുടെ വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, CPM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് ഇന്ന് സമാപനമാകുമ്പോൾ പാർട്ടിക്കും സർക്കാരിനും ഘടക കക്ഷികൾക്കുമെല്ലാം വലിയ തരത്തിലുള്ള വിമർശനമാണ് നേരിടുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, പാർട്ടിക്കും ഘടകകക്ഷികൾക്കും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് സമ്മേളനത്തിൽ ഉടനീളം ഉയർന്നു കേട്ടത്. 317 പ്രതിനിധികൾ 12 ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പങ്കെടുത്തപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ പാർട്ടിയുടെ എല്ലാ മുഖങ്ങളും സർവ്വതല സ്പർശിയായിട്ടുള്ള ചർച്ചകൾക്കും വേദിയായി. ഏറ്റവും പ്രധാനപ്പെട്ടത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിനും പ്രത്യേകിച്ച് പിണറായി വിജയനും നേരെ രൂക്ഷമായ വിമർശനം ഉണ്ടായി എന്നുള്ളതാണ്. പിണറായിയുടെ ശൈലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന് യോജിച്ച രീതിയിലുള്ള പ്രവർത്തികളല്ല പിണറായി വിജയനിൽ നിന്നുണ്ടായതെന്നാണ് പ്രധാനമായും വിമർശനം ഉയരുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ പല സംഭവങ്ങളിൽ മൈക്രോ ഓപ്പറേറ്റർമാരോട് തട്ടിക്കയറുന്ന രീതി അതൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിന് അനുയോജ്യമായ രീതിയല്ല എന്ന് നിശ്ചിത ഭാഷയിൽ വിമർശനമുണ്ടായി. ഘടകകക്ഷികൾക്ക് നേരെയും വലിയ രീതിയിലുള്ള വിമർശനം ഈ സമ്മേളനത്തിൽ ഉയർന്നു വന്നു. പ്രധാനമായും CPIക്കെതിരെയാണ് ഇത്തരത്തിൽ വിമർശനം ഉയർന്നു വന്നത്. CPI മുന്നണി മര്യാദ പാലിക്കുന്നില്ല എന്നാണ് വിമർശനം ഉയർന്നു വന്നിട്ടുള്ളത്. ഈ മുന്നണിക്ക് നൽകിയിട്ടുള്ള വകുപ്പുകൾ അത് സ്വകാര്യ സ്വത്ത് പോലെ കൈയടക്കി വെക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായതെന്നാണ് വിമർശനം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വൻകിട പദ്ധതികൾക്ക് പിറകെ പോകലല്ല, ക്ഷേമ പെൻഷനുകൾ അതുപോലെ തന്നെ ദരിദ്ര ജനവിഭാഗങ്ങൾക്കും സാധാരണ ജനവിഭാഗങ്ങൾക്കും ലഭിക്കേണ്ട ഗുണങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ, ക്ഷേമ പെൻഷനുകൾ അത് കൃത്യമായി നൽകണമെന്ന് പ്രമേയത്തിലൂടെ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. എന്തായാലും ഇന്ന് ചർച്ചകളെല്ലാം തന്നെ അവസാനിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, വികസനം തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ദുർബല വിഭാഗങ്ങളെ കൂടുതലായി പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ള സന്ദേശവും അത്തരത്തിലുള്ള ആവശ്യവുമാണ് കാസർഗോഡ് ജില്ലാ സമ്മേളനം 24ാമത്തെ പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടത്തിയ ജില്ലാ സമ്മേളനത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. മലയോര മേഖലയിൽ ഇത്തരത്തിൽ വന്യജീവി സംഘർഷങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ വന്യജീവി സംഘർഷങ്ങളെ അപഹസിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്നുള്ള കർശന നിർദ്ദേശവും അത്തരത്തിലുള്ള ഒരു അഭിപ്രായവും ഈ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു കേൾക്കുകയുണ്ടായി. അങ്ങനെ എല്ലാ സർവ്വതല സ്പർശിയായിട്ടുള്ള ചർച്ചകൾക്കും അഭിപ്രായങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ച ഒരു ജില്ലാ സമ്മേളനം ആണ് ഇന്ന് സമാപിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ ഈ സമ്മേളനത്തിൽ മറുപടി പ്രസംഗം നൽകിക്കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ജില്ലാ സെക്രട്ടറിയായി MP ബാലകൃഷ്ണൻ തുടരും. പ്രതികരണം കേൾക്കേണ്ടതുണ്ട്. പ്രതികരണത്തിലേക്ക്. സംസ്ഥാന സർക്കാർ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഞങ്ങളുടെ ഡെലിഗേഷൻ്റെ സമ്മേളനത്തിൽ അഭിപ്രായമുണ്ട്. വൻകിട വികസന പദ്ധതികൾക്ക് പുറകെ പോകുന്നതല്ല ഇനി അഭികാമ്യമായിട്ടുള്ളത്. ദുർബല ജനവിഭാഗങ്ങളുടെ ഈ പെൻഷൻ, ക്ഷേമനിധി അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ് നന്നായി ഇടപെടുന്നുണ്ട്. കുറേ കൂടി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള അഭിപ്രായം ഞങ്ങളുടെ സമ്മേളനത്തിലുണ്ട്. ജോസഫ്, തീർച്ചയായും ഇത്തരത്തിൽ വൻകിട പദ്ധതികൾക്ക് പിറകെ പോകുന്നത് അഭികാമ്യമല്ല. പെൻഷൻ, ക്ഷേമനിധി തുടങ്ങി ദുർബല ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഇവർ പങ്കുവെക്കുന്നത്. വിവരങ്ങൾ. ബൃന്ദ, ജില്ലാ സെക്രട്ടറി ആദ്യ ദിവസത്തെ പത്രസമ്മേളനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയത്. ദുർബല ജനവിഭാഗങ്ങൾ ഏറെയുള്ള പാർട്ടി കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇത്തരത്തിൽ ക്ഷേമനിധി പെൻഷനുകൾ മുടങ്ങുന്നത് വലിയ രീതിയിൽ പാർട്ടിയിൽ, അതായത് ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ലോക്കൽ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലും വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നു. മാത്രവുമല്ല, ഇത്തരത്തിൽ ദുർബല ജനവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് കശുവണ്ടി തൊഴിലാളികൾ, ബീഡി തെറുപ്പ് തൊഴിലാളികൾ, ചെങ്കൽ കോറികളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, ഇത്തരത്തിൽ സാധാരണക്കാർ ഏറെയുള്ള ജില്ല കൂടിയാണ് കാസർഗോഡ് ജില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇവരുടെ പ്രശ്നങ്ങൾ മറ്റ് ജില്ലാ സമ്മേളനങ്ങളെക്കാൾ കൂടുതൽ കാസർഗോഡ് ജില്ലയിൽ ചർച്ചയായത് എന്ന് വേണം കരുതാൻ. ഇത് വളരെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഉയർന്നിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജോസഫ് അഗസ്റ്റിൻ. ഇനി കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി എന്റെ പഞ്ചായത്ത് കാണാം.